So last day topic ഒക്കെ നോക്കിയായിരുന്നു എല്ലാവരും? Last day topics ഒക്കെ നോക്കിയായിരുന്നോ? Okay. So last day we were discussing about the topics in relation to the 50 marks question. അപ്പോൾ അവിടെ നമ്മൾ ഓഡിറ്റ് റിസ്ക്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, ബിസിനസ് റിസ്ക്, അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ, ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഫൈനലി എത്തിക്സ് പാർട്ട്, ഇത്രയും കാര്യങ്ങളായിരുന്നു അവിടെ നോക്കിയിരുന്നത് അല്ലേ? സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അതിന്റെ നേരെ കണ്ടിന്യൂവേഷൻ ആണ്. So today we will be focusing on the 25 marks area. So basically talking about the 25 marks area, നമുക്കറിയാം 25 മാർക്സിന്റെ അകത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് it will be purely be based on reporting. റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ബട്ട് റിപ്പോർട്ടിങ്ങിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ ബാക്കി 25 മാർക്സിന്റെ ഏരിയയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അതർ ഏരിയാസ് ഉണ്ട്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് 100% ഡിഫൈൻഡ് അല്ല. But still we can expect some sort of questions from specific areas as well. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക് ഇതാണ്. നമ്മുടെ ടോട്ടൽ AAA എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത് യൂഷ്വലി ടെസ്റ്റ് ചെയ്യാറുള്ള ഏരിയാസ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് നമ്മൾ റിസ്ക്കും ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റും നോക്കിയതാണ്. ഇനി നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്ന ഏരിയ. ആ ഏരിയയിലായിരിക്കും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇത്രയാണ് നമുക്ക് റിപ്പോർട്ടിംഗ് ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. So matters to be considered, discussion with the management and those charged with governance ഉണ്ട്, matters to be concerned further action ഉണ്ട്, matters to be considered audit evidence ഉണ്ട്, matters to be considered before accepting an engagement ഉണ്ട്, matters to be considered before accepting the terms of an engagement ഉണ്ട്. ഇത്ര ഏരിയാസ് ആണ് നമുക്കുള്ളത്. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഏരിയാസിലേക്ക് ഓരോന്നിലേക്ക് നമുക്ക് പോവാം. ബട്ട് വെൽ ബിഫോർ ഗോയിങ് ടു ദീസ് ഏരിയാസ് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ, അതേപോലെ തന്നെ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ആണ് ഉള്ളതെന്നുള്ള കാര്യം. സോ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്? മോഡിഫൈഡ്, അൺമോഡിഫൈഡ്. ഓക്കെ, മോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്. മോഡിഫൈഡ് ഒപ്പീനിയൻ നമുക്ക് ഫർദർ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? മോഡിഫൈഡിനെ ക്വാളിഫൈഡ്, പിന്നെ അഡ്വേഴ്സ്, പിന്നെയോ ഓക്കെ ഡിസ്ക്ലെയിമർ ഓർ ഒപ്പീനിയൻ. അൺമോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അൺമോഡിഫൈഡ്, അൺക്വാളിഫൈഡ്. അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് എന്ന് പറയാം. ഇനി നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നോക്കണം എന്ന് പഠിച്ചുള്ളൂ. എന്തൊക്കെയായിരുന്നു? ഒരു മിസ്റ്റേക്ക് ആണോ എന്നുള്ള കാര്യം നോക്കുക. മെറ്റീരിയാലിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നുള്ളത് നമുക്കറിയാം. മെറ്റീരിയാലിറ്റി നമ്മൾ നോക്കുന്നത് പ്യൂർലി എങ്ങനെയാണ്? ബെഞ്ച് മാർക്സിന്റെ ബേസിസിലാണ്. അതായത് പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ്, റവന്യൂന്റെ എത്ര പെർസെന്റേജ്, ഗ്രോസ് പ്രോഫിറ്റ് എത്ര പെർസെന്റേജ്, ടോട്ടൽ അസറ്റ് എത്ര പെർസെന്റേജ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം രീതിയിലായിരിക്കും നോക്കുന്നുണ്ടാവുക. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് പെർവേസീവ്നെസ് നമ്മൾ നോക്കാന്ന് വെച്ചാൽ എന്താണ്? പെർവേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിസ്റ്റേക്ക് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഓവറോൾ ഇമ്പാക്ട് എന്താണോ ആ മിസ്റ്റേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഓവറോൾ ഇമ്പാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് പെർവേസീവ്. ആൻഡ് നമ്മൾ പഠിച്ചതാണ് ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നറിയാനായിട്ട് ബേസിക്കലി നമുക്ക് 3 രീതി നോക്കാം. എങ്ങനെയൊക്കെയായിരുന്നു? ഒരു മിസ്റ്റേക്ക് മൾട്ടിപ്പിൾ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മൾട്ടിപ്പിൾ ഏരിയയിൽ അഫക്ട് ചെയ്ത മിസ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. 2, ഒരു മിസ്റ്റേറ്റ്മെന്റ് ഒരു സിംഗിൾ ഏരിയയിൽ മാത്രമാണോ അഫക്ട് ചെയ്തേക്കെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ സിംഗിൾ ഏരിയയുടെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അഫക്റ്റഡ് ആണോ എന്ന് നോക്കാം. 3, ഒരു മിസ്റ്റേക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസറിനെ സംബന്ധിച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഡിസ്ക്ലോഷറിന്റെ ഒമിഷൻ അല്ലെങ്കിൽ മിസ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ആണോ നോക്കുക. ഒരു യൂസറിന് നോളജ് കൊടുക്കേണ്ട ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ ഏതെങ്കിലും ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. സോ അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഈ 3 ഒരു എക്സാമ്പിൾസ് അറിയോ? ഓ ഷുവർ. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കൺസിഡർ ലൈക്ക് ദിസ്. ഒരു മിസ്റ്റേക്ക് ഇപ്പം ഒരു ഇമ്പയർമെന്റ് എക്സ്പെൻസ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പയർമെന്റ് എക്സ്പെൻസ് ആണ്. ആ ഇമ്പയർമെന്റ് എക്സ്പെൻസ് കമ്പനി ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ എക്സ്പെൻസസ് അഫക്റ്റഡ് ആയി. അതേപോലെ തന്നെ നമ്മുടെ വാല്യൂ ഓഫ് അസറ്റും അഫക്റ്റഡ് ആയി. അപ്പോൾ അത് സിഗ്നിഫിക്കന്റ്ലി അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് പെർവേസീവ് ആയിരിക്കും. ഇനി കേസ് നമ്പർ 2, അതായത് ഒരു സിംഗിൾ എലമെന്റിനെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിന്റെ മേജർ പോർഷൻ അഫക്റ്റഡ് ആയി. അവിടെ നമുക്ക് പറയാൻ വരുന്നത് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഗോയിങ് കൺസേൺ വേണ്ട, ആ കമ്പനിയുടെ ഇൻവെന്ററിയുടെ ബാലൻസ് നമുക്കറിയാം. ഇൻവെന്ററി ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, ശരിയല്ലേ? ബട്ട് ആ കമ്പനിയുടെ 60% ഓഫ് ദി ഇൻവെന്ററി മിസ്റ്റേറ്റഡ് ആണ്.
അപ്പോൾ ഒരു കമ്പനിയുടെ 60% ഇൻവെന്ററി മിസ്റ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ അതും എന്തായിരിക്കും പെർവേസീവ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ അതാ നമ്മൾ പറഞ്ഞ് ഒരു സിംഗിൾ ഏരിയ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അഫക്ട് ചെയ്തേക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഏരിയസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഫക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ ആണ്. അങ്ങനെ ഒരു ഡിസ്ക്ലോഷറിന്റെ ഒമിഷൻ അല്ലെങ്കിൽ മിസ്റ്റേറ്റ്മെന്റ് ആണോ നോക്കുക, അതും പെർവേസീവ് ആയിരിക്കും. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പെർവേസീവ്നെസ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? പക്ഷെ നമ്മൾ ക്ലിയർലി പറഞ്ഞിരുന്നു എക്സാമിന് നിങ്ങളൊരു മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ നോക്കണേ എങ്ങനെയാണോ? അല്ല, ഒരു കമ്പനി ഓൾറെഡി പ്രോഫിറ്റിലാണോ നോക്കുക. അതെ, പ്രോഫിറ്റിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,000 ആണ്. പക്ഷെ കമ്പനി ഒരു മിസ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കമ്പനിയുടെ ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി വന്നേക്കുന്നത് ഒരു എക്സ്പെൻസിന്റെ അകത്താണ്. അതായത് കമ്പനി ഒരു സാലറി എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ല. സാലറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 7,500 ആണ്. സോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഈ പ്രോഫിറ്റിന്റെ അകത്തേക്ക് ഈ മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി 2,500 ലോസിലേക്ക് പോകും. ശരിയല്ലേ? കമ്പനി ലോസ് മേക്കിംഗ് ആയി മാറും. അങ്ങനെയാണ് ഈ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർവേസീവ്. ക്ലിയർ ആയോ? ഓക്കെ. Or consider like this, company is in a loss of 3,000. Company already 3,000 rupees ലോസിലാണ്. കമ്പനി ഒരു ഇൻകം ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി, വർത്ത് 5,000. കമ്പനി ആ 5,000 ഇൻകം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3,000 rupees ലോസിൽ നിന്ന് കമ്പനി 5,000 rupees ഇൻകം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി 2,000 rupees പ്രോഫിറ്റിലേക്ക് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ ഓൾറെഡി ലോസ് നിൽക്കുന്ന കമ്പനി പ്രോഫിറ്റിലേക്ക് വരുവോ ചെയ്യുകയാണെങ്കിൽ ഈ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പെർവേസീവ്. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയാ? ഓൾറെഡി ലോസിലുള്ള കമ്പനി വീണ്ടും ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ എക്സാം അപ്രോച്ച് മാത്രമാണ് പറയുന്നത്. പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി ലോസിലേക്കോ, ലോസ് നിൽക്കുന്ന കമ്പനി പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ പെർവേസീവ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബേസിക് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്കറിയാം ബേസിക്കലി 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്യുക. ഒന്നെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ കൺസിഡർ ദാറ്റ് ദർ ഇസ് എ മിസ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഒരു മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിച്ച് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. അങ്ങനെയാണ് എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. If there is a misstatement in the financial statements which is material and pervasive, അങ്ങനെയാണ് എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? Adverse opinion ആയിരിക്കും. If there is a misstatement in financial statements, which is material but not pervasive, അങ്ങനെയാണ് എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? Qualified opinion ആയിരിക്കും. Okay. Consider about the lack of audit evidence. Financial statements നകത്ത് മിസ്റ്റേക്സിൽ lack of audit evidence ഉണ്ട്. It is not material and not pervasive. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? Unqualified ആയിരിക്കും. If it's a lack of audit evidence which is material and pervasive, എന്ത് ഒപ്പീനിയൻ കൊടുക്കണം? Disclaimer. Then if misstatement, lack of audit evidence which is material but not pervasive, അങ്ങനെയാണെങ്കിലോ qualified. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഏത് ഒപ്പീനിയൻ കൊടുക്കണം, ഏത് ഒപ്പീനിയൻ കൊടുക്കണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി ക്ലിയർ ആണോ? പക്ക? Yes sir. Perfect. Yes sir. So these are the factors that you need to consider while providing an opinion on the company's financial statements. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രോപ്പർലി കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയിട്ട് നമ്മളൊരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ടൈപ്സ് ഓഫ് പാരഗ്രാഫ്സ് ആണ്. അതായത് നമുക്കറിയാം വെൽ വി ഹാവ് ഗോട്ട് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്, നമുക്ക് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ ഉണ്ട്. അപ്പൊ നമുക്കുള്ള എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മുടെ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം there are emphasis of matter paragraph, other matter paragraph, key audit matter paragraph, material uncertainty relating to going concern paragraph, and we have got other information paragraph. Basically നമുക്ക് ഇത്രയും പാരഗ്രാഫുകളാണ് ഉള്ളത്. So well, what do you mean by emphasis of matter paragraph? എന്താ emphasis of matter paragraph എന്ന് പറഞ്ഞാല്? എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ appropriately present and disclosed ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് emphasize ചെയ്യാൻ വേണ്ടി. Exactly. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഓൾറെഡി അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തൊരു കാര്യത്തെ പറ്റിയിട്ട് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്ന് വിളിക്കുക എംഫസിസ് ഓഫ് പാരഗ്രാഫ് എന്ന് വിളിക്കുക. അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചോണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത്
അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എംഫസൈസ് ചെയ്യുക. അതും അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എംഫസൈസ് ചെയ്യോ? ഇല്ല. യൂസേഴ്സിന്റെ ഡിസിഷൻ അഫക്ട് ചെയ്യും എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ യൂസേഴ്സിന്റെ ഡിസിഷൻ അഫക്ട് ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എംഫസൈസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ പ്രോപ്പർലി എല്ലാവർക്കും? യെസ് സർ. നെക്സ്റ്റ് വൺ ഈസ് അതർ മാറ്റർ പാരഗ്രാഫ്. എന്താ അതർ മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാല്? What do you mean by other matter paragraph? Other than those things that have been present and disclosed in the financial statements. അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഓൾറെഡി പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലി ഓഡിറ്റർക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യുകയോ ഡിസ്ക്ലോസ് ചെയ്യുകയോ ചെയ്യണമെന്ന്, അതായത് അഡീഷണലി ഓഡിറ്റർക്ക് എന്തെങ്കിലും കറണ്ട് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ കുറിച്ചോ പറയണം എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് അത് മാറ്റർ പാരഗ്രാഫ് എന്ന് പറയുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. അതർ ദാൻ ദോസ് തിങ്സ് ദാറ്റ് ആർ പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ ഓഡിറ്റർക്ക് കറണ്ട് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചോ ഓഡിറ്ററിന്റെ റിപ്പോർട്ടിനെ കുറിച്ചോ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അതേ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക? അത് മാറ്റർ പാരഗ്രാഫ് എന്ന് വിളിക്കുക. പ്രോപ്പർലി മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്. സോ ബേസിക്കലി എന്താണ് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് ചോദിച്ചാല് നമുക്കറിയാം ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ഓഡിറ്റ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത്. ആൻഡ് ഔട്ട് ഓഫ് ദോസ് തിങ്സ് ദാറ്റ് വി ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതായിരിക്കും നമ്മൾ എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? യൂസേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് വെച്ചാൽ അഗൈൻ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ പാരഗ്രാഫ് ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന്റെ അത് പറഞ്ഞ കാര്യങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസേഴ്സിന്റെ അടുത്ത്. ആൻഡ് ഓൾവേസ് കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ലിസ്റ്റഡ് കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. സോ ബേസിക്കലി മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ട്. ആൻഡ് ഈ ഗോയിങ് കൺസേൺ റിലേറ്റഡ് അൺസർട്ടനിറ്റിനെ കുറിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ പറ്റിയിട്ട് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആൻഡ് ഈ ഗോയിങ് കൺസേൺ റിലേറ്റഡ് അൺസർട്ടനിറ്റി അപ്രോപ്രിയേറ്റ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ പറ്റിയിട്ട് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്ത് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് as മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. പ്രോപ്പർലി മനസ്സിലായോ? ആൻഡ് വെരി ഫൈനലി ഇറ്റ്സ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. എന്തായിരിക്കും അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ അതർ ഇൻഫർമേഷൻ? എന്താ അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതർ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് as other information. And in case if you want to communicate anything relating to other information, അതേ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? വി വിൽ കോൾ ഇറ്റ് as അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. അപ്പൊ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർത്ത് വെച്ചോണം. അതർ ഇൻഫർമേഷൻ, അതായത് ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് അതർ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അതർ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. പ്രോപ്പർലി മനസ്സിലായോ? യെസ് സർ. ഓക്കെ. ആൻഡ് കീപ് വൺ മോർ തിങ് ഇൻ മൈൻഡ്. ഈ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതർ ഇൻഫർമേഷനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾ വേണേലും പറയാം. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഈ അതർ ഇൻഫർമേഷൻ അത് സപ്പോസ് കൺസിഡർ ലൈക്ക് ദിസ് അതർ ഇൻഫർമേഷനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതർ ഇൻഫർമേഷനകത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യാം. However, always keep one thing in mind that ഈ അതർ ഇൻഫർമേഷനകത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ ഈ പാരഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ you have to give other information paragraph immediately after basis of opinion paragraph. Basis of opinion paragraph കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവണം. ക്ലിയർ ആയോ? Yes sir. All right. So I hope it's clear.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി തിയറീസ് എന്ന് പറയാ വിത്ത് റിഗാർഡിംഗ് റിപ്പോർട്ടിംഗ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി ക്ലിയർ ആണോ? സാറേ, എന്തോ ഇതിൽ ഏതൊക്കെ പാരഗ്രാഫ് വന്നാല ക്വാളിഫൈഡ് ആവുക? റിപ്പോർട്ടാണോ? അതെ അതെ. ഓക്കെ, അതായത് നമുക്ക് റിപ്പോർട്ടും ഉണ്ട്. അതായത് ഓഡിറ്റേഴ്സ്, നമുക്ക് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടുണ്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ബേസിക്കലി രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയായിരിക്കും? ദേ വിൽ ബി മോഡിഫൈഡ് റിപ്പോർട്ട് ആസ് വെൽ ആസ് അൺമോഡിഫൈഡ് റിപ്പോർട്ട്. മോഡിഫൈഡ് റിപ്പോർട്ടും ഉണ്ട്, അൺമോഡിഫൈഡ് റിപ്പോർട്ടും ഉണ്ട്. മോഡിഫൈഡ് റിപ്പോർട്ടിനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോഡിഫൈഡ് റിപ്പോർട്ട് എപ്പോഴാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് ദർ ഈസ് എ മോഡിഫൈഡ് ഒപ്പീനിയൻ, if there is emphasis of matter paragraph, if there is other matter paragraph, if there is if there is MURGC paragraph or other information paragraph. Unmodified report കൊടുക്കുന്ന if there is unmodified opinion only or there is only key audit matter. Clear ആയോ? അതായത് ഇത്രയേ ഉള്ളൂ. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ മേലെ എപ്പോഴാണ് മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മോഡിഫൈഡ് ഒപ്പീനിയനോ എംഫസിസ് ഓഫ് മാറ്ററോ അതർ മാറ്ററോ MURGC പാരഗ്രാഫോ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫോ, ഈ കേസിലെല്ലാം നിങ്ങൾ കൊടുക്കുന്ന ഏതായിരിക്കും? മോഡിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കും. ഇനി അൺമോഡിഫൈഡ് റിപ്പോർട്ട് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ കീ ഓഡിറ്റ് മാറ്റർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഈ പറഞ്ഞ 5 ഉണ്ടല്ലോ, മോഡിഫൈഡ് ഒപ്പീനിയൻ, എംഫസിസ് ഓഫ് മാറ്റർ, അതർ മാറ്റർ, MURGC, അതർ ഇൻഫർമേഷൻ, ഈ പറഞ്ഞ പാരഗ്രാഫിലകത്തെ ഏതെങ്കിലും ഒരെണ്ണം റിപ്പോർട്ടിൻ്റെ അകത്തുണ്ടെങ്കിൽ റിപ്പോർട്ട് മോഡിഫൈഡ് ആയിരിക്കും. ക്ലിയർ ആയോ? എന്നോട് പറയാം. ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം റിപ്പോർട്ടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് മോഡിഫൈഡ് ആയിരിക്കും. മോഡിഫൈഡ് ഒപ്പീനിയൻ വേണമെന്ന് നിർബന്ധമില്ല മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കാനായിട്ട്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വന്നാൽ മതി. ക്ലിയർ ആയോ? അതേപോലെ തന്നെ അൺമോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ വേണം നിർബന്ധമില്ല. KM വന്നാലും റിപ്പോർട്ട് അൺമോഡിഫൈഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, സപ്പോസ് കൺസിഡർ ലൈക്ക് ദിസ്. നിങ്ങളൊരു റിപ്പോർട്ടിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, റിപ്പോർട്ടിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് അതർ ഇൻഫർമേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തായിരിക്കും പറയാ? ഇറ്റ്സ് എ അൺമോഡിഫൈഡ് ഇറ്റ്സ് എ മോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് ആൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. റിപ്പോർട്ട് മോഡിഫൈഡ് ആയിരിക്കും, പക്ഷെ ഒപ്പീനിയൻ അൺമോഡിഫൈഡ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയാ, it's a modified report with an unmodified opinion എന്നായിരിക്കും കൺക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ പ്രോപ്പർലി? യെസ് സർ. പെർഫെക്റ്റ്. Okay, so we will just do one thing. We will quickly brush through a single question. നമ്മൾ ഓൾറെഡി ക്വിക്ലി ഒന്ന് ചെയ്തിട്ടുള്ള, ക്വിക്ലി അല്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റോക്കറ്റ്. ഈ റോക്കറ്റ് എന്ന് പറയുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിപ്പോ പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ മേജർ ഏരിയാസും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ എല്ലാവരും ഫോർ ദി ടൈമിംഗ് ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ മെറ്റീരിയൽ ആണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. റോക്കറ്റ് എന്ന് പറയുന്ന ഈ എമൗണ്ട് മെറ്റീരിയൽ ആണെന്ന് ക്വിക്ലി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, വേഗം സ്റ്റാർട്ട് ചെയ്തു. So what have they included in the scenario? So well, it is relating to 2 sales transactions, right? So the audit procedures identified that there are 2 sales transactions in the final quarter of the year which are relating to 2 different customers, but they were goods not delivered at the same location. Further investigation revealed that goods were delivered to a third party who agreed to store them until the customer were ready to receive the delivery. The goods have yet to be delivered to the customer because you are both building new facilities and neither is sufficiently progress to receive the new machinery. The contract term explicitly states that Rocket Company is obliged to deliver goods to customers for final inspection and acceptance, and the client has not agreed to any consequent amendments to these terms.
the sales invoices were raised and the revenue recognized upon dispatch of the goods to storage facility. During the discussion with the team, the finance director stated that company have fulfilled the contractual obligation. The revenue attributable to two sales transactions is 17 million. So when you get a scenario like this, always try to understand the meaning clearly from that. So here they have mentioned that there are two customers, so to whom the company need to deliver their products. And the company is claiming that they have satisfied the performance obligation relating to the product delivery. But it is clearly mentioned in the question that they have got two performance obligations. First of all, they need to deliver the goods to the client company. And after delivering the goods to the client, to the customer, the customer need to verify those products. And once after verifying that, then only it will be treated as a completion of performance obligation. Here, the first thing that they have delivered it to a third party warehouse. Second thing, goods are yet to be inspected by the customer. Third thing, but they have already recognized it as part of their revenue. So we have got the scenario. The next, think about the accounting treatment. So what is the actual accounting treatment that have to be done here? As per IFRS 15, as far as revenue from contract recorded if the performance obligation has been satisfied. Exactly. Until the date, what we need to do? It should be treated as a deferred income. Exactly. As per IFRS 15, revenue should be recognized only when the performance obligation are being satisfied by the company. Till the date, the company need to treat it as a deferred income. However, here they have treated it directly as an income, right? Okay. So when you get a question like this, you will be having a scenario to comment on the matters. So first of all, you need to comment on the matters that have been discussed here. So when you are planning to comment on the matters, so what do you need to include as part of the commenting session? Nothing but, first of all, you need to mention about the materiality. So there was an amount of 17 million. So consider whether it is material. Then next, you have to mention clearly about the accounting treatment that have to be used here. Third, you have to mention about what went wrong, not what will go wrong, because what will go wrong was in the case of a misstatement, risk of material misstatements. Here it's a misstatement. So you need to consider what went wrong. Plus you have to discuss about the scenario. And finally, you have to mention about impact that have been created over the financial statements. So this is what you need to provide as part of the matter session. So is this amount considered to be material? How we consider the materiality limit? 17 million divided by the company's revenue is 139, right? So profit is 139. So 17 by 139 into 100. Is that a material amount? 139 to 100? Yes. Yes. What percentage? By what 12.2. percentage? 12.2. Is it material on the basis of the revenue? Yes. Yes. What percentage? 1 point something percent. 1 point something. So you can just state about the materiality first. So the amount of 17 million recognized in the financial statements represents 17 million of the total assets. 17 million. The amount of revenue recognized in the financial statements, which amounts to 17 million, constitutes 7 point something percentage of the revenue, profit, and 1 point something of the profit. Therefore, it is material. As per IFRS 15, revenue from contracts with customers, revenue should be treated as a deferred income in case if the company have not satisfied the performance obligation in relation to the product, and it should be treated as a revenue only once all the outstanding obligations are completed. Here in this scenario, then you explain about the scenario. Here in this scenario, the company have got performance obligation relating to the product delivery and final inspection. And the company have agreed with the customer that they will deliver the product to the company's warehouse. And finally, the product obligation will be considered as complete only when the product have been inspected by the customers. But none of this have been taken place. The products have been delivered to a third-party warehouse and this goods are yet to be inspected. Therefore, there are pending performance obligation. In this situation, the company should have treated the amount as a deferred income, but the company have treated the total 17 million as revenue, leading to overstated revenue and understated deferred income. Is that clear? Okay. Yes, sir. അപ്പോൾ ഈ മെറ്റീരിയാലിറ്റി വേണം ആദ്യമേ പറയാൻ, എന്നിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം, വാട്ട് വെന്റ് റോങ് വിത്ത് സിനാരിയോ പറയാം, ഇമ്പാക്ട് പറയാം. ഇതാണ് നമ്മൾ ആദ്യമേ
മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം. ഇനി രണ്ടാമത് ചോദിച്ചേക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ ദ ഫർദർ ആക്ഷൻസ് നെസസറി ബിഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ക്യാൻ ബി സൈൻഡ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്തതിന് മുന്നേ വേറെ എന്തൊക്കെയാണ് ഫർദർ ആക്ഷൻസ് വേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഫർദർ ആക്ഷൻസ് ആണ് നിങ്ങളോട് ഇനി അടുത്ത് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്ത് പറയണം? എന്തൊക്കെയാണോ ആസ് ആൻ ഓഡിറ്റർ നമ്മൾ എടുക്കേണ്ട ഫർദർ ആക്ഷൻസ്, ആ ഫർദർ ആക്ഷൻസ് നമ്മൾ ഓരോന്നും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഫർദർ ആക്ഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ അവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ മാറ്റർ വിത്ത് ദ മാനേജ്മെന്റ്. നിങ്ങൾ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണോ, മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ വേണം നിങ്ങൾ ആദ്യമേ പറയാനായിട്ട്. ദെൻ മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്തു, പക്ഷെ മാനേജ്മെന്റ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയില്ല. അങ്ങനെയാണ് നിങ്ങൾ ആരോടാ പറയേണ്ടത്? ദോസ് ചാർജ് വിത്ത് ഗവേണൻസിനോട് പറയണം. അവരും കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Next you have to communicate to what will be the impact that will be created over auditor's report. Auditor's report മേലെ എന്ത് ഇമ്പാക്ട് ആണ് വരുന്നത് എന്നുള്ളത് those charged with governance-നോട് പറയണം. എന്നിട്ടും അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ അവരോട് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യണമെന്നും പറയണം. ക്ലിയർ ആയോ? റിഫ്ലക്ട് ഇൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇവിടെ സിനാരിയോയിൽ എന്തായിരിക്കും പറയാ? The auditor need to discuss with the management about the mistakes that are appeared in relation to the revenue recognition. Auditor should request them to adjust the financial statements by removing the amount of revenue of 17 million and treating it as a deferred income. And in case if the management is unwilling to correct, the auditor should communicate the same to those charged with governance. However, if those charged with governance are also not taking necessary steps, auditor should inform them about the impact that will be created over the auditor's report. And if they are still not willing to correct the misstatement and are ready to continue without correcting the financial statement, auditor should obtain written representation from them. And finally, the auditor should also reflect the potential impact over the auditor's report. അപ്പൊ ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ഫർദർ ആക്ഷൻസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഫർദർ ആക്ഷൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയണം. Then those charged with governance ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാ. അവർ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയണം. റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാൻ പറയാം. റിഫ്ലക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും പറയാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മളോടുള്ള റിക്വയർമെന്റ്സ് കഴിഞ്ഞിട്ടില്ല. അഗൈൻ ദേ ഹാവ് ആസ്ക്ഡ് വൺ മോർ റിക്വയർമെന്റ്. ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻ ഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് if no adjustments are made to the financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അഡ്വർടൈസ്മെന്റ് നടത്താത്ത കാരണം കൊണ്ട് എന്ത് ഇമ്പാക്ട് ആണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തായിട്ട് നിങ്ങൾ പറയേണ്ടത് എന്താ? ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താന്നുള്ള കാര്യം വേണം ആദ്യമേ പറയാൻ. അവിടെ അത് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മെറ്റീരിയാലിറ്റി ഒന്നും കൂടി പറയണം. അവിടെ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ട നിങ്ങൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തായിരിക്കും. അപ്പം മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താ, സോറി പെർവേസീവ്നെസ് ആണോ എന്നുള്ള കാര്യം പറയണം. അതായത് മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം പറയണം. മൂന്നാമതായിട്ട് എന്താ പറയേണ്ടത്? നമ്മുടെ ഒപ്പീനിയൻ എന്താണോ നമ്മുടെ ഒപ്പീനിയൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. നാലാമതായിട്ടോ ബേസിസ് ഓഫ് ഒപ്പീനിയനും പറയുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ലിറ്ററലി ആദ്യമേ മെറ്റീരിയാലിറ്റി പറയാം. നമുക്ക് ഇവിടെ എന്ത് പറയാം? This amount needs to be, in case if the management is unwilling to correct the mistakes in the financial statements, this has to be considered as a material misstatement that exists in the financial statements, as it constitutes major part of profit as well as the revenue. Then, അടുത്ത pervasive ആണെന്ന് പറയണം. Misstatement amount 17 million ആണ്. 17 million pervasive ആണോ? അല്ല. കാരണം എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാ? 139 ഉണ്ട്. 139 അകത്ത് 17 കുറച്ച കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. അങ്ങനെയാണ് ഇത് പെർവേസീവ് ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. സോ ഇത് പെർവേസീവ് അല്ല. അപ്പൊ പെർവേസീവ് അല്ല എന്നുള്ളത് പറയാം. ഇനി മാറ്റർ ഈസ് മെറ്റീരിയൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ആൻഡ് ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് നമ്മൾ എന്തും കൂടി കൊടുക്കേണ്ടി വരും? ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത്? എന്ത് റീസൺ കാരണം കൊണ്ടാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തതെന്ന് മെൻഷൻ ചെയ്യാൻ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? സബ്സിക്വന്റ് ഒപ്പീനിയൻ പാരഗ്രാഫ്. ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കണം എന്ന് പറയാം. എന്ത് കാരണം കൊണ്ടാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ബേസിസ് ഓഫ് പാരഗ്രാഫിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട.
നമ്മൾ ആൻസർ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. The amount is material എന്നുള്ള പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ പറയാം however this amount cannot be treated as pervasive as it does not restate the reported profit into losses. So since it's a misstatement which is material but not pervasive, the auditor should provide with a qualified opinion, and following the opinion paragraph, the auditor should also provide basis of qualified opinion to state the reasons of giving qualified opinion. Clear ayo? Yes, sir. Okay, that's it. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങളോട് റിക്വയർമെന്റ് ചോദിച്ചിരുന്ന ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആണ് അല്ലേ? സോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റൻ ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടത്. ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റൻ ഓൺ ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് ഒപ്പീനിയന്റെ മേലെയാണ് ഇമ്പാക്ട് ചോദിക്കുന്നതെങ്കിൽ ഇതുവരെ മാത്രം പറഞ്ഞാൽ മതി. മെറ്റീരിയാലിറ്റി പറയാ, പെർവേസീവ് ആണെന്ന് പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്നത് പറയാം, ആൻഡ് കൺക്ലൂഡ് ബൈ ദയർ. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? Yes, sir. ഓക്കെ. സോ അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരിക? വി ഹാവ് ടു ഗിവ് ദ ആൻസേഴ്സ് ഫോർ ക്വസ്റ്റ്യൻസ് ഓൺ റിപ്പോർട്ടിംഗ് പാർട്ട്. അപ്പൊ ആദ്യമേ എപ്പോഴും നിങ്ങൾ മാറ്റേഴ്സ് ആയിരിക്കും പറയേണ്ടത്. അപ്പൊ ഫൈനലായിട്ട് ഒന്നും കൂടെ പറഞ്ഞേ. മാറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാ പറയാ? മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വെന്റ് റോങ് പ്ലസ് സിനാരിയോ പറയാ, ഇമ്പാക്ട് പറയാ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഫർദർ ആക്ഷൻ പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് പറയണം, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് റിട്ടേൺ റെപ്രസന്റേഷൻ പറയാ, ഇമ്പാക്ട് റിപ്പോർട്ട് പറയാ. ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് അവിടെ എന്തൊക്കെ പറയണം? മെറ്റീരിയാലിറ്റി, ഒപ്പീനിയൻ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി പക്കാ? Yes, sir. Yes. പെർഫെക്റ്റ്. സോ അപ്പം ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആയിരുന്നു. സോറി, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷൻ ആയിരുന്നു. There can be chances that നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക ഇതായിരിക്കണം എന്നില്ല. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ആയിരിക്കും ചോദിക്കുക. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ വ്യത്യാസം വരിക? ഫർദർ ആക്ഷൻ മൊത്തം പറയേണ്ട, പകരം എന്ത് മാത്രം പറഞ്ഞാൽ മതി? ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് വരെ മാത്രം പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. അതായത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ നോർമലി പറയുന്ന പോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ മെറ്റീരിയാലിറ്റി എഴുതി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതി, വാട്ട് വെന്റ് റോങ് എഴുതി, പ്ലസ് സിനാരിയോ കൂട്ടിയിട്ട് വാട്ട് വെന്റ് റോങ് എഴുതി, ഇമ്പാക്ട് ഓൺ എഫേർട്സ് എന്താന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. ഇനി അതിനുശേഷം ഫർദർ ആക്ഷൻ പറയേണ്ട പകരം എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റിനോട് ആ മിസ്റ്റേക്മെന്റ് എന്താണുള്ളത്, ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇനി ഓൺ ദ അതർ ഹാൻഡ് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ്, അങ്ങനെയാണ് നിങ്ങൾ അവിടെ എന്തായിരിക്കും പറയേണ്ടതെന്ന് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും പറയാനുണ്ടാവുക? എന്തെങ്കിലും അസംഷൻസ് ഉണ്ടെങ്കിൽ അസംഷൻസ് ഡിസ്കസ് ചെയ്യാൻ പറയാം അവരുമായിട്ട്. ഇനി അസംഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറയാം. എഗെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്താണ് മിസ്റ്റേക്ക് ഉള്ളത് അത് കറക്റ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ അവിടെ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ എനിവേ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വെന്റ് റോങ് പ്ലസ് സിനാരിയോ പറയണം, ഇമ്പാക്ട് ഓൺ എഫേർട്സ് പറയണം. ഫർദർ ആക്ഷൻ പറയുന്ന സമയത്താണെങ്കിൽ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എന്താണോ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറയണം, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് പറയണം, റിട്ടേൺ റെപ്രസന്റേഷൻ റിഫ്ലക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പറയാം. ഇവിടെ വേറെ ഒന്നും വേണ്ട, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് വരെ മതി. ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും അതേപോലെ തന്നെ പറയാം. ക്ലിയർ ആയോ? Yes. Alright. ഇനി സെയിം as that you will be having questions on matters to be considered and further procedures. Matters to be considered and further procedures നിങ്ങൾ എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് നിങ്ങളോട് ചോദിക്കും. So if you are getting a question on matters to be considered and further procedure, what does it mean? Nothing but audit procedures. Like matters to be considered and further procedures ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? Audit procedures ആണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടം വരെ മാറ്റേഴ്സിന്റെ പാർട്ട് സെയിം തന്നെ ആയിരിക്കും, എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് എഴുതിയാൽ മതി? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇന്നലെ കുറെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഒന്ന് ക്വിക്ലി പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഓഡിറ്റ് പ്രൊസീജിയർ ആയിട്ട്? We have mentioned that we have to discuss with management. Then we have to Obtain representation. Okay, obtain written representation. പിന്നെ next എന്തായിരുന്നു? Obtain. Yes. Confirmation. Yeah, external confirmation. Then next one, review Board correspondence. Right? Yeah, review correspondence. Then we can review the, okay, we can review board minutes. Recalculate
or Perform. reperform. So what? To Recalculate, confirm reperform. accuracy. Okay, to confirm Accuracy. accuracy. Okay, then Perform Breakdown. Analytical procedures. perform analytical procedures. All right, then what else? Breakdown. Okay, obtain Confirm breakdown of dash. Okay, then confirm expenses. okay, confirm expenses included, right? Short attack. Pinne review. Where in the review പറ്റുന്ന notes പറഞ്ഞൂടെ? Notes to financial statements. പിന്നെയോ agree dash Supporting. to supporting documents. Obtain breakdown. Obtain breakdown എഴുതി നമ്മൾ. Okay. So അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? So these all are the procedures that we can perform in relation to audit. അപ്പൊ നിങ്ങളോട് പ്രത്യേകം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നോട്ട് ചെയ്യണം. എന്തായിരുന്നു? whenever you write a procedure എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നായിരുന്നു പറഞ്ഞു നമ്മള്? പ്രൊസീജിയർ എന്താണോ ആ പ്രൊസീജിയർ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ടാവണം. ദെൻ പ്ലസ് നിങ്ങൾ ആ പ്രൊസീജിയർ എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണോ, അതായത് ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താന്നുള്ള കാര്യം പറയുന്നുണ്ടാവണം. പ്ലസ് എന്തും പറയുന്നുണ്ടാവണം, പേർപ്പസും പറയുന്നുണ്ടാവണം. സോ അപ്പൊ ലിറ്ററലി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്? നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാന്ന് പറയാം. ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേര് പറയണം. പേർപ്പസ് എന്താണോ, പേർപ്പസും ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? Yes, sir. ഓൾറൈറ്റ്. ഇനി നമ്മളോട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മാറ്റേഴ്സ് ടു ബി കൺസിഡർ ഫർദർ പ്രൊസീജിയർ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയാലിറ്റി പറയും, നിങ്ങൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയും, അവിടെ എന്താ സംഭവിച്ചേക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ റവന്യൂ റെക്കഗ്നീഷന്റെ സെയിം കാര്യങ്ങൾ മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വെന്റ് റോങ്, ഇമ്പാക്ട് ഓൺ എഫ്എസ് എഴുതി. അതിനുശേഷം നേരെ നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്തായിരിക്കും? അവിടെ നേരെ എഴുതാൻ പോകുന്നത് എന്തായിരിക്കും? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അപ്പൊ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഇവിടെ പ്രൊസീജിയറും ഞാൻ ഡോക്യുമെന്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്, പർപ്പസ് എഴുതിയാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. നമുക്ക് ഇംപേയ്മെന്റിന് പറയാം. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ impairment review in order to confirm whether the company have done impairment review during the current year. Obtain written representation from the management to confirm that the assumptions used to obtain written representation from the management regarding the assumptions that have been used for revaluation of assets to consider whether it is appropriate. Obtain external confirmation from the lawyer in order to confirm whether there is any probable cash outflow for the company. Review correspondence between the company and the lawyer in order to understand whether there will be any probable cash outflow for the company again. Review the board minutes in order to ensure whether the sale of assets are being authorized by the board members. Recalculate, reperform the amount of provisions to mathematical accuracy. Analytical procedures by comparing current year revenue with that of the prior year. In case of significant differences, investigate further. Then obtain a breakdown of expenses included in the operating cost in order to confirm whether expense in relation to impairment has been included. Then review confirm expenses in relation to amortization has been included in the statement of P&L for the current period. Review notes to financial statements in order to ensure that it has been appropriately been mentioned. Agree dash sales to supporting documents. Agree sales to sales invoice and shipping dispatch documentation in order to confirm that all the sales occurred during the current year are only recorded. അപ്പൊ ഇതായിരിക്കും നമ്മൾ പ്രൊസീജിയർ ആയിട്ട് പറയാം. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? Yes, sir. ഇനി നിങ്ങളോട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. നിങ്ങളോട് ഫർദർ പ്രൊസീജിയറും ഫർദർ ആക്ഷൻസും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എല്ലാത്തിനും ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ് ഓഡിറ്റ് എവിഡൻസ്. നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, കമന്റ് ഓൺ ദ മാറ്റേഴ്സ് കൺസിഡേർഡ്. കമന്റ് ഓൺ ദ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് MARE, മാർ അപ്രോച്ച് എന്നാണ് പറയുക. അതായത് മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, റിസ്ക്, എവിഡൻസ്. എന്നിട്ട് നിങ്ങൾ പറയാണ് എക്സ്പ്ലെയിൻ ഓഡിറ്റ് എവിഡൻസ് യു ഷുഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഡ്യൂറിംഗ് ദ റിവ്യൂ ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഇപ്പൊ കണ്ട റോക്കറ്റിന്റെ സെയിം സിനാരിയോ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് പറയും, പക്ഷേ ഇവിടെ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഓഡിറ്റ് എവിഡൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുമ്പോൾ എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സോ ലിറ്ററലി
ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നതിന് ഒരു ചെറിയ വ്യത്യാസമാണുള്ളത്. ഇത്രയും നാളും നിങ്ങളോട് ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ നിങ്ങളോട് ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പറയുന്നുണ്ടോ? ഇല്ല. പകരം നിങ്ങളോട് പറയുന്നത് എന്താ? ഇവിടെ നിങ്ങളോട് പറയുന്ന പ്യുവർലി വേറെ എന്തോ ഒരു കാര്യമാണ്. അതായത് വേറെ തന്നെ ഒരു ഓഡിറ്റർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ റിവ്യൂവിന് ചെല്ലുകയാണ്. നിങ്ങൾ അതിന്റെ റിവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പം വേറൊരു വ്യത്യാസമില്ല. നിങ്ങളൊരു ഓഡിറ്റർ ആയിട്ട് നിങ്ങളായിരുന്നു ആ പ്രൊസീജിയർ ചെയ്തെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താ കാണാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക? നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളവരായിരിക്കും അവിടെ നിന്നുള്ള കാണാനും പറ്റുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നോർമലി നിങ്ങളോട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ പറയും. പക്ഷെ ഇവിടെ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് മാത്രം പറഞ്ഞാൽ മതി? എന്താണോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള പറയാം. പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാങ്ങിച്ചു വെച്ചേക്കുന്നതിന്റെ പേർപ്പസും പറയാം. ക്ലിയർ ആയോ? സോ ലിറ്ററലി യു ഹാവ് ടു സ്റ്റേറ്റ് all the list of documents or information that you have obtained, in addition to which you have to state about the purpose why you have obtained those information. അപ്പൊ ഇതായിരിക്കും നമ്മൾ ആൻസറിന്റെ അകത്ത് പറയേണ്ടി വരിക. ക്ലിയർ ആയ എല്ലാവർക്കും? എക്സാമ്പിൾ നമ്മൾ മൊത്തം ഇത് വെച്ച് ഫുള്ള് നമ്മൾ എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായാലോ നമ്മൾ എന്താ ചോദിക്കേണ്ടതെന്ന്, അല്ല കാണേണ്ടതെന്ന്? നിങ്ങൾ പറയേണ്ടത് എന്താ? നിങ്ങൾ ഓഡിറ്ററായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ചങ്ങായി, അതായത് നിങ്ങൾ വരുമ്പം അലൻ എന്ന് പറയുന്ന ഓഡിറ്റർ ഓൾറെഡി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. പക്ഷേ നിങ്ങളോട് കാണാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പ്രൊസീജിയർ പറയരുത്, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാത്രമേ പറയാവുള്ളൂ. അപ്പൊ ഈ സിറ്റുവേഷൻ ആൻസർ എഴുതുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ സാധാരണ നിങ്ങൾ പറയാറ് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ദ ഓഡിറ്റർ നീഡ്സ് ടു പെർഫോം എ ഓഡിറ്റ് പ്രൊസീജിയർ ഫോർ ഡാഷ്, ഓഡിറ്റർ നീഡ് ടു ടെസ്റ്റ് ഡാഷ്, അങ്ങനെ ആയിരിക്കും നിങ്ങൾ പറയാം. പക്ഷെ ഇവിടെ വന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെയല്ല പറയേണ്ടത്. പകരം എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതല്ല, പകരം ഓൾറെഡി ഒരാൾ ചെയ്തേക്കുന്ന പാസ്റ്റിൽ വേണം പറയാൻ. അപ്പം ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എന്നുള്ളത് നിങ്ങൾ പറയാൻ പാടില്ല. പകരം നിങ്ങൾക്ക് അവിടെ എന്താ എവിഡൻസ് കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് നേരത്തെ ഓഡിറ്റർ ഡിസ്കസ് ചെയ്തിട്ട് അതിന് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്ത് എവിഡൻസാ കാണാൻ പറ്റുന്നത് ചോദിച്ചാൽ എന്ത് പറയാം? Notes of discussion with the management about the impairment in order to understand whether the company have done impairment review during the year. Clear ayo? Okay. Yes, sir. Any obtain written representation ennulla parayirudhu. Pagaram ninge avade endha kaana pattunnu? A written representation. A written representation from the management about the impairment in order to consider whether the assumptions taken in relation to the impairment are reasonable. Obtain external confirmation ennu parayirudhu. An external confirmation from the lawyer in order to confirm whether the company will incur probable future cash outflow. Review correspondence എന്ന് പറയരുത്, a review of correspondence എന്ന് പറയാം. അപ്പൊ എന്ത് പറയാം? A review of correspondence between dash and dash in order to ensure dash. Then review of bond minutes, review bond minutes എന്ന് പറയരുത്. കാരണം review bond minutes എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതാണ്. A review of bond minutes എന്ന് പറയുമ്പോൾ എന്താ? ഒരു ബോണ്ട് മിനിറ്റ്സിന്റെ റിവ്യൂ നടത്തിയത് നിങ്ങൾ കണ്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി റീകാൽക്കുലേറ്റ് ഓർ റീപെർഫോം എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങൾ ചെയ്യാൻ പോവാണ്. പകരം എന്ത് പറയാം? നിങ്ങൾക്ക് ഈ ഓഡിറ്റർ റീകാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ഉണ്ടാവും. അവിടെ അവർ റീകാൽക്കുലേറ്റ് ചെയ്തതിന്റെ സ്കെഡ്യൂൾ ഇരിപ്പുണ്ടാവും. അപ്പൊ റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ നമുക്ക് നോക്കാം. ഓഫ് റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ഓഫ് പ്രൊവിഷൻ ഇൻ ഓർഡർ ടു കൺഫേം മാത്തമാറ്റിക്കൽ ആക്യുറസി. പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പകരം എന്ത് പറയാം? ആൻ അനലിറ്റിക്കൽ റിവ്യൂ ഓഫ് എന്ന് പറയാം. ഓക്കെ. പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയറിന് പകരം ആൻ അനലിറ്റിക്കൽ റിവ്യൂ ഓഫ് receivables by comparing with the prior year and the current year and the investigation of in case of any significant differences. ഇനി obtain breakdown എന്ന് പറയാൻ പാടില്ല. A breakdown of expenses included in the operating cost in order to confirm whether the impairment expenses have been included. Confirm expenses എന്ന് പറയാൻ പാടില്ല. A confirmation that എന്ന് വേണം പറയാൻ. Confirm expense ന് പകരം a confirmation that expenses included in P&L. A review of notes to financial statements പറയാം. Agree dash to supporting documents പറയാൻ പാടില്ല. An agreement of sales to supporting documents such as sales invoice and shipping dispatch documentation പറയാം. To confirm sales related to the current year are only recorded.
അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എവിഡൻസ് പറയേണ്ടി വരിക. ക്ലിയർ ആയോ? അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. പ്രൊസീജിയേഴ്സ് നമ്മൾ നോർമലി എങ്ങനെയാണ് പറയാറ്? There's a causal link between procedure and there's a causal link between the audit evidences. So logically ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നോർമലി ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് പ്രൊസീജിയർ ആണ് യൂഷ്വലി ചെയ്യാറുള്ളത്? നേരെ ചിന്തിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ വേറൊരാൾ ചെയ്ത വർക്ക് റിവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇതൊക്കെ ആയിരിക്കും കാണാറുള്ളത്. നിങ്ങൾ അവിടെ എഴുതുമ്പോൾ പാസ്റ്റിൽ എഴുതണം എന്നേ ഉള്ളൂ. And moreover, you are not required to include procedure here. You only need to include document or information plus purpose in order to create it as an audit evidence. And if it is a substantive procedure, which means audit procedure, അങ്ങനെയാണെങ്കിൽ procedure എഴുതണം, name of document അല്ലെ information clearly mention ചെയ്തിട്ടുണ്ടാവണം, purpose എഴുതിയിട്ടുണ്ടാവണം. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി? Is that clear? Yes, sir. Okay. സോ അപ്പൊ എന്താ ഓഡിറ്റ് എവിഡൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ. Yes. അപ്പം ഈ ഒരു ഫോമാറ്റ് ഓർത്ത് വെച്ചോണം. നമ്മൾ ലാസ്റ്റ് 2 days ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞു, ഓഡിറ്റ് പ്രൊസീജിയർ പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പൊ ഫൈനലി നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? അബൌട്ട് ഓഡിറ്റ് എവിഡൻസും പറഞ്ഞു. അഡീഷണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ നെയിം ഓഫ് ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ, ഇൻ കേസ് ഓഫ് എനി പ്രൊസീജിയർ പറയാം, പ്ലസ് നമ്മുടെ പേർപ്പസ് എന്താണ്, പേർപ്പസും പറയുന്നുണ്ടാവണം. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവിടെയുള്ള ആക്ച്വൽ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യം എഴുതണം. പ്ലസ് നെയിം ഓഫ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടത്, ആ നെയിം ഓഫ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എഴുതുക, പ്ലസ് പേർപ്പസ് എഴുതുക. ഓഡിറ്റ് എവിഡൻസ് എഴുതുമ്പോൾ പക്ഷേ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ എഴുതണം, പ്ലസ് പേർപ്പസ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരിക. ക്ലിയർ ആയോ പ്രോപ്പർലി എല്ലാവർക്കും? ക്ലിയർ ആയോ? പക്കാ? ഓൾറൈറ്റ്. സോ അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഓഡിറ്റ് എവിഡൻസ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു. മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഫർദർ പ്രൊസീജിയറും പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി ക്ലിയർ ആണല്ലോ അല്ലെ? ഒരു സിംഗിൾ ഡൗട്ട് പോലും ഇല്ലല്ലോ ആർക്കും? ഓക്കെ. ഇനി നമുക്കുള്ളത് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണ്. ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മാറ്റേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ലിറ്ററലി ഇൻ കേസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓഡിറ്ററായ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള എൻഗേജ്മെന്റ് ആണ് ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാം, either we can go for an assurance engagement. Assurance engagement എന്ന് പറഞ്ഞാൽ എന്താണ്? At the end of the engagement we will give an assurance, ഒരു ഉറപ്പ് കൊടുക്കും അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. അതാണ് അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയാം. എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ അഷുറൻസ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല, ഒരു ഫാക്ട് ഫൈൻഡിങ് എക്സസൈസ് ആയിരിക്കും. നമ്മളോട് ക്ലയന്റ് എന്ത് പ്രൊസീജിയർ ആണോ ചെയ്യാൻ പറയുന്നത് ആ പ്രൊസീജിയർ മാത്രം ചെയ്ത് അതിന്റെ കൺക്ലൂഷൻ കൊടുത്താൽ മതി, അല്ലാണ്ട് അവിടെ നമ്മൾ യാതൊരു തരത്തിലുള്ള അഷുറൻസും കൊടുക്കുന്നുണ്ടാവില്ല. ഇതാണ് എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എന്ന് പറയാം. And that makes a difference between an assurance engagement and an agreed upon procedure. Is that clear? Yes, sir. So now we are going to learn about the assurance engagement. നമുക്കറിയാം assurance engagement ന്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ്സ് അബൌട്ട് റിവ്യൂ ഓഫ് ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. റിവ്യൂ ഓഫ് ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു കമ്പനിയുടെ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഹാഫ് ആനുവലി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. അവിടെ നമ്മളൊരു റിവ്യൂ എൻഗേജ്മെന്റ് പെർഫോം ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും? റിവ്യൂ എൻഗേജ്മെന്റ് എന്താണെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ജസ്റ്റ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പ്ലസ് എൻക്വയറി മാത്രമായിരിക്കും. മോർ ഓവർ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് വി വിൽ നോട്ട് പെർഫോം ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഇൻ കേസ് ഓഫ് എ റിവ്യൂ എൻഗേജ്മെന്റ്. എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി, ഓഡിറ്റ് എൻഗേജ്മെന്റും റിവ്യൂ എൻഗേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റിന്റെ അകത്ത് റീസണബിൾ ആയിട്ടുള്ള അഷുറൻസ് ആണ് കൊടുക്കുക, റിവ്യൂ ആണ് ലിമിറ്റഡ് അഷുറൻസ് ആയിരിക്കും കൊടുക്കുക. റിവ്യൂ എൻഗേജ്മെന്റിനകത്ത് നമ്മൾ മെയിൻലി അനലിറ്റിക്കൽ പ്രൊസീജിയർ എൻക്വയറി മാത്രമേ ചെയ്യുള്ളൂ. ഓഡിറ്റ് എൻഗേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ എല്ലാ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സും ചെയ്യും, വിച്ച് ഇൻക്ലൂഡ്സ് എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീകാൽക്കുലേഷൻ, റീപെർഫോമൻസ്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, എക്സ്റ്റേണൽ കൺഫർമേഷൻസ്, ഓൺ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് വി വിൽ ബി പെർഫോമിംഗ് ബോത്ത് ദ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആസ് വെൽ ആസ് വി വിൽ ബി performing substantive procedure, or we will be using a combination with by giving importance for either one of them. But on the other hand, when it comes to review engagements, അവിടെ എൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്നില്ല, we will directly perform only these procedures. Clear ആയോ? Yes, sir. Okay.
ഇനി നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ള മാരകമായ സാധനമാണ് PFI ഓർ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. എന്തായിരുന്നു പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? ദീസ് ആർ നത്തിങ് ബട്ട് ബഡ്ജറ്റ്സ് ഓഫ് ഫോർകാസ്റ്റ്. ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിനെയാണ് ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ അതിന്റെ ബേസിസിലാണ് ഫോർകാസ്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ മാനേജ്മെന്റ് എന്ത് ആക്ഷൻ ആണോ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്നത്, അതിന് എന്താണോ മാനേജ്മെന്റ് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രോത്ത്, ഇതിന്റെ ബേസിസിൽ എടുക്കുന്ന കാര്യങ്ങളെയാണ് ഫോർകാസ്റ്റ് എന്ന് പറയാം. പക്ഷെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ടേക്കിംഗ് പ്ലേസ്. അതായത് അത് നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടാവില്ല. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, PFIയുടെ കേസ് നമുക്ക് എപ്പോഴും നെഗറ്റീവ് അഷുറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എന്താ? വി വോണ്ട് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇൻ കേസ് ഓഫ് എ PFI എൻഗേജ്മെന്റ്. PFI എൻഗേജ്മെന്റിന്റെ കേസ് നമുക്ക് ഒരിക്കലും സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടത്തില്ല. ഇനി സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് ആൻഡ് അഷുറൻസ്, അവിടെ നമ്മൾ KPI അല്ലെങ്കിൽ ബിസിനസ് പെർഫോമൻസ് മെഷേഴ്സ് എന്ന് പറഞ്ഞു. KPIs എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് ആയിരിക്കും KPI എന്ന് പറയാം. ആൻഡ് KPI നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? നമ്മുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടാവണം. ആൻഡ് നമ്മൾ പറഞ്ഞു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിന്റെ എൻഗേജ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആസ് ആൻ ഓഡിറ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ആദ്യം ഈ എൻഗേജ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതായത് സ്കോപ്പ് നോക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ കമ്പനീനെ കുറിച്ച്, എൻറ്റിറ്റിനെ കുറിച്ച് നമ്മൾ ക്ലിയർലി മനസ്സിലാക്കുന്നുണ്ടാവണം. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഈ KPIs നമ്മുടെ കമ്പനിയുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സിന്റെ ബേസിസ് തന്നെ ചൂസ് ചെയ്തേക്കുന്ന KPIs ആണോ എന്ന് നോക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു KPIs ഓരോന്നും നമ്മൾ റിവ്യൂ ചെയ്യണം. എന്നിട്ട് ഈ KPIs ഒക്കെ ക്വാണ്ടിഫയബിൾ ആണോ, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണോ, സപ്പോർട്ടിങ് എവിഡൻസ് അവൈലബിൾ ആയിരിക്കും നോക്കണം. അടുത്ത് ഏതെങ്കിലും KPI ക്വാണ്ടിഫയബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ KPIസുമായിട്ട് റിലേറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷറിംഗ് യൂണിറ്റ്സ് അവൈലബിൾ ആണെന്ന് നോക്കുക. KPIs അപ്രോപ്രിയേറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? KPI ഏതെങ്കിലും മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഫ്ലാഗ് ചെയ്ത് വെക്കുക. ഫൈനലി KPI മാനിപ്പുലേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞു ഓഡിറ്റ് ഓഫ് പെർഫോമൻസ് ഇൻഫർമേഷൻ ഇൻ പബ്ലിക് സെക്ടർ. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാനേജ്മെന്റ് ഒരു അഷുറൻസ് അല്ലെങ്കിൽ അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എത്ര പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ 3 കാര്യങ്ങളായിരിക്കും വരിക. പെർഫോമൻസ് ഇൻഫർമേഷൻ ഉണ്ട്, വാല്യൂ ഫോർ മണി ഉണ്ട്, ഓപ്പറേഷൻ ഓഡിറ്റ് ഉണ്ടാവും. പെർഫോമൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ആണ്. അതായത് ഒരു പബ്ലിക് സെക്ടർ ബോഡി അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ എന്ന് പറയുന്നതാണ് പെർഫോമൻസ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും പെർഫോമൻസ് ഇൻഫർമേഷൻസ് ഓരോന്നും റിവ്യൂ ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത്. ഇനി നമ്മൾ പറഞ്ഞു പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് പെർഫോമൻസ് ഇൻഫർമേഷൻ. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഈ പെർഫോമൻസ് ഇൻഫർമേഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. എന്തൊക്കെ എൻക്വയറി നടത്തണം എന്ന് നോക്കണം. മെറ്റീരിയാലിറ്റി എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നോക്കുക. എന്തൊക്കെ പ്രോസസ് സിസ്റ്റംസ് അല്ലെങ്കിൽ കൺട്രോൾസ് ആണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഇനി നമുക്കിവിടെ ബേസിക്കലി ഒന്നെങ്കിൽ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെന്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെന്റ് ആയിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറഞ്ഞു വി ക്യാൻ ഓൾസോ ഗോ ഫോർ എ എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ. സോ എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ട് ഫൈൻഡിങ് എക്സസൈസ് ആയിരിക്കും. നമ്മൾ എന്താണോ കമ്പനിയായിട്ട് എഗ്രി ചെയ്തേക്കുന്നത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? പെർഫോം ചെയ്താൽ മതി. അങ്ങനെ 2 തരത്തിലുള്ള എൻഗേജ്മെന്റ് ആണ് വരിക. ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റും ഫോറൻസിക് ഓഡിറ്റും. ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ കമ്പനി മറ്റൊരു കമ്പനിയെ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നതിന് മുന്നേ ആ ഇൻവെസ്റ്റ്മെന്റ് വേർത്ത് ഇറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എൻഗേജ്മെന്റിനെയാണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് പറയാം. അതൊന്നെങ്കിൽ അഷുറൻസ് എൻഗേജ്മെന്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം. അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ലിമിറ്റഡ് അഷുറൻസ് മാത്രമായിരിക്കും കൊടുക്കുക. എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അഷുറൻസേ കൊടുക്കുന്നുണ്ടാവില്ല. ഇനി നമ്മൾ പറഞ്ഞു ഫോറൻസിക് ഓഡിറ്റ്. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ഫോറൻസിക് ഓഡിറ്റ് അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നടത്തുന്നുണ്ടാവും. അതായത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ പാർട്ടായിട്ട് നമ്മളെയും ഓഡിറ്ററായി നമ്മളെയും വിളിക്കും പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ. അതിനെയാണ് ഫോറൻസിക് ഓഡിറ്റിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ആപ്ലിക്കേഷൻ ഫോർ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് നോക്കണം, ഇൻഷുറൻസ് ക്ലെയിംസ് നോക്കാം, പ്രൊഫഷണൽ നെഗ്ലിജൻസിന്റെ കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത് എഗ്രീഡ് അപ്പോൺ പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് അഷുറൻസ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. പ്രാക്ടീഷണർ എന്ത് ചെയ്യുന്നുണ്ടാവും? അവര് എന്താണോ എഗ്രി ചെയ്തേക്കുന്ന ക്ലയന്റുമായിട്ട് അത് മാത്രമായിരിക്കും പെർഫോം ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിനെയാണ് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുക. ക്ലിയർ ആയ പ്രോപ്പർലി എല്ലാവർക്കും?
Is that clear? Sir, ഇതൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻസ് തരാം? I mean എക്സാമിന്. ഫോറൻസിക് ഓഡിറ്റിന്റെ കേസിൽ നിങ്ങളോട് ചിലപ്പം ഒന്ന് ചോദിക്കുക, ഫോറൻസിക് ഓഡിറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാനിങ്ങിന്റെ അകത്ത് കൺസിഡർ ചെയ്യണമെന്ന് ചോദിക്കും. ഫോറൻസിക് ഓഡിറ്റിന്റെ പ്ലാനിങ്ങിന്റെ അകത്ത് എന്തൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനാരിയോയ്ക്കകത്ത് നോക്കുക ഫോറൻസിക് ഓഡിറ്റിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ എന്ത് തരത്തിലുള്ള എൻഗേജ്മെന്റ് ആണോ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഫോറൻസിക് ഓഡിറ്റിനെയും നിങ്ങളോട് ചോദിക്കുക എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അതായത് അവിടെ നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കുക സിനാരിയോയിൽ നോക്കുക ഇവിടെ ആരോടൊക്കെ എന്തൊക്കെയാണ് എൻക്വയറി ചെയ്യാൻ പറ്റുക, ഇവിടെ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് മാച്ച് ചെയ്യാൻ പറ്റുമോ, ഇവിടെ ഏതെങ്കിലും എക്സ്പേർട്ടിന്റെ വർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇവിടെ റീകാൽക്കുലേഷൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാനുണ്ടോ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ, വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് തമ്മിൽ റീകൺസൈൽ ചെയ്യാൻ നോക്കാനുണ്ടോ, ഇങ്ങനെ ലോജിക്കലി ആലോചിച്ച് നോക്കുക. ക്ലിയർ ആയോ? അപ്പം ഇതായിരിക്കും ബേസിക് ഫോറൻസിക് ഓഡിറ്റുമായിട്ട് റിലേറ്റീവ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ maybe you will be having questions during the course of your exam. The examiner will ask you to consider the factors that you need to treat before accepting an engagement. Audit engagement ആണെങ്കിലും PFI engagement ആണെങ്കിലും ഏത് engagement ആണെങ്കിലും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നിങ്ങളോട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. സോ ഇൻ കേസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എൻ എൻഗേജ്മെന്റ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്ന സെയിം കാര്യങ്ങളായിരിക്കും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ടോ. നിങ്ങൾ നേരെ ഈ പോയിന്റ്സ് കൊണ്ട് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടത്തില്ല. സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക. റിസോഴ്സസ് എത്രത്തോളമാണോ വേണ്ടത്. ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ക്ലയന്റ് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മൾ പറയണം ക്ലയന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, സോ ഓഡിറ്റ് ഫേമും കൺസിഡർ ചെയ്യണം അവർക്ക് ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിരിക്കുമെന്ന്, ആണെങ്കിൽ മാത്രമേ ഈ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. റിസ്ക് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 25 അല്ലെങ്കിൽ 40 സബ്സിഡറി കമ്പനീസ് ഒക്കെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ കൺസൾട്ടേഷൻ വിൽ ബി ക്വൈറ്റ് കോംപ്രസീവ്. അപ്പൊ നമ്മൾ നോക്കുക അത്രയും റിസ്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ. ഫീസ് പറയാ, അതായത് ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ, നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ഫീസ് വേണ്ടത് അത് എന്തിന്റെ ബേസിലാണ് സെറ്റ് ചെയ്യേണ്ടത്, എത്രയാണോ വർക്ക് നിങ്ങൾ അണ്ടർടേക്ക് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ്. നമ്മുടെ റൂൾ ബുക്ക് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്, എത്രയാണോ നിങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകർ ആവുന്ന കോസ്റ്റ്, അറ്റ്ലീസ്റ്റ് ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കണം നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, നിങ്ങൾക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് നോളജ് ഉണ്ടോ എന്ന് നോക്കുക ഈ വർക്ക് ചെയ്യാൻ. എസ്പെഷ്യലി ഫോറൻസിക് ഓഡിറ്റിനൊക്കെ കേസിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അതാണ്. നിങ്ങളുടെ അടുത്ത് റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ആരാണോ നിങ്ങളോട് എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ആ എൻഗേജ്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ് നോക്കുക. ഈ ക്ലയന്റ് കമ്പനിക്ക് റെപ്യൂട്ടേഷൻ ഉള്ള ക്ലയന്റ് തന്നെയാണോ. ക്ലയന്റ് കമ്പനിക്ക് റെപ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ ഓഡിറ്റ് ഫേമിന്റെ റെപ്യൂട്ടേഷൻ ഓട്ടോമാറ്റിക്കലി അഫക്റ്റഡ് ആവും. അപ്പൊ സിനാരിയോയ്ക്കകത്ത് നോക്കണം ക്ലയന്റിന് റെപ്യൂട്ടേഷൻ കുറഞ്ഞ ക്ലയന്റ് ആണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും കാര്യം സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടോ. ദെൻ പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റ്. ഓഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതായത് ഇപ്പം ഓഡിറ്റിന് കേസാണെങ്കിൽ നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണോ, അതേപോലെ തന്നെ നമുക്ക് ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ ഉണ്ടോ, അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടോ, അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു പേഴ്സൺസ് വിത്ത് എൻ എൻറ്റിറ്റി ഉണ്ടോ, ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഇന്റർണൽ കൺട്രോൾസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത് ആ പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റ് അവൈലബിൾ ആണോ നോക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഓഡിറ്റിന്റെ കേസിൽ മാത്രം നിങ്ങൾ പ്രയർ ടു അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് പ്രൊഫഷണൽ ക്ലിയറൻസ് വാങ്ങിക്കണം. എന്ന് വെച്ചാൽ എന്താണ്, പ്രീവിയസ് ഇയർ ഓഡിറ്ററുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി നിങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. യു ഹാവ് ടു കൺസിഡർ വെദർ യു ആർ ഇൻഡിപെൻഡന്റ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണോ എന്നറിയാനായിട്ട് എത്തിക്കൽ ത്രെഡ്സ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി അഫക്റ്റഡ് ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് അക്സെപ്റ്റ് ദിസ്. മാനേജ്മെന്റ് എന്തെങ്കിലും നേരത്തെ ഫ്രോഡിലോ ഫ്രോഡ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ നോക്കുക. If the management is involved in any of the fraud or fraud related transaction, management might lack integrity. അപ്പോൾ ഇന്റഗ്രിറ്റി ഓഫ് ദി മാനേജ്മെന്റ് അഫക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം എന്ന് പറയാം. അതേപോലെ തന്നെ മണി ലോണ്ടറിങ്ങിനുള്ള പോസിബിലിറ്റി നമ്മൾ നോക്കണം. മണി ലോണ്ടറിങ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മണി ലോണ്ടറിങ് ഉണ്ടാവേണ്ട പോസിബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത് വഴി, ഫോർ എക്സാമ്പിൾ ടിപ്പിംഗ് ഓഫ് ഒക്കെ പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റേഴ്സ് അതിന്റെ കുറച്ച് അതും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. So ഇത്രയാണ് നിങ്ങൾ മാറ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്. But again I repeat the same thing, you should not write this point directly in your answer. Consider whether impact of this is reflected in the scenario. സിനാരിയോയ്ക്കകത്ത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളും പറയാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? Yes, sir. ഇനി നിങ്ങളോട് ഇപ്പം ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചായിരിക്കും ചോദിക്കുക. ഇപ്പം ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും പറയേണ്ടത് നിങ്ങൾ. അതായത് എന്തുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് ഫേം ഓഫ് അക്കൗണ്ടൻസിന്റെ വർക്ക് യൂസ് ചെയ്യാത്തതെന്നുള്ള കാര്യം നോക്കാം. ടാർഗറ്റ് കമ്പനീസിന്റെ എംപ്ലോയീസിനെ അക്വിസിഷനെ കുറിച്ച് അറിയാവുന്ന കാര്യം നമുക്ക് നോക്കാം. ഇതൊരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ആണോ, ഫോഴ്സ്ഫുള്ളി നമ്മൾ അക്വിസിഷൻ നടത്തുന്നതാണോ, ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റിന്റെ സ്കോപ്പ് എന്താണ്, അതേപോലെ തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ടാവണം,
എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അക്വിസിഷൻ നടത്തിയത്, എത്തിക്കൽ ത്രെഡ്സ് എന്തൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പർലി നോക്കുന്നുണ്ടാവണം. ഇനി നമ്മൾ പറയാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. PFIയുടെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് ചിലപ്പോൾ പറയണം എന്നില്ല അതൊരു PFI എൻഗേജ്മെന്റ് ആണെന്ന്. പകരം നിങ്ങളോട് പറയും അതൊരു ബഡ്ജറ്റ് ആണ് അല്ലെങ്കിൽ അതൊരു ഫോർകാസ്റ്റ് ആണെന്ന് പറയും. അപ്പൊ PFIയുടെ എൻഗേജ്മെന്റിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങളോട് പറയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ്, അവിടെ നിങ്ങൾ പറയേണ്ടത് മാൻഡേറ്ററി ആയിട്ടും ISI 3400 പ്രകാരം പറയേണ്ട കാര്യങ്ങളായിരിക്കും. ലിറ്ററലി വിച്ച് മീൻസ് അവിടെ എന്തൊക്കെയായിരിക്കും നമ്മൾ പറയാം, ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ജനറൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ, ഇന്റേണൽ മാനേജ്മെന്റിന്റെ യൂസേജിന് വേണ്ടിയിട്ടാണോ, എക്സ്റ്റേണൽ യൂസേജിന് വേണ്ടിയിട്ടാണോ, ദെൻ ഈ ഇൻഫർമേഷൻ ജനറൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ, ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ, എന്തൊക്കെ അസംഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കുക. ഐ മീൻ അവർ യൂസ് ചെയ്തേക്കുന്നത് നോക്കുക. അസംഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റീസണബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കംപ്ലീറ്റ്ലി പ്രൊജക്ഷന്റെ ഒക്കെ ബേസിസിൽ ഉണ്ടാക്കിയ റിപ്പോർട്ട് ആണെങ്കിൽ വി ഷുഡ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ് എൻഗേജ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇൻഫർമേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, P&L മാത്രമാണോ, അത് ബാലൻസ് ഷീറ്റ് ഉണ്ടോ, ക്യാഷ് ഫ്ലോസ് ഉണ്ടോ, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. എത്ര പീരീഡ് ആണ് ഇൻഫർമേഷൻ കവർ ചെയ്തേക്കുന്നത് നോക്കുക. ബിക്കോസ് വി നോ ദാറ്റ് പീരീഡ് കവേർഡ് കൂടുന്നതിനനുസരിച്ച് റിപ്പോർട്ടിന്റെ റിലയബിലിറ്റി കുറയും. അതുകൊണ്ട് എത്ര പീരീഡ് കവർ ആയിട്ടുണ്ടെന്ന് നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് PFIയുടെ കേസ് നോക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ നോക്കുക, ഇന്റേണൽ മാനേജ്മെന്റ് വേണ്ടിയിട്ടാണോ, എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണോ, ഇൻഫർമേഷൻ ജനറൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ, ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ നോക്കുക, നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കണം, എലമെന്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നോക്കുക, പീരീഡ് കവേർഡ് എത്രയാണെന്ന് നോക്കണം. ക്ലിയർ ആയോ പ്രോപ്പർലി? യെസ് സർ. ഓൾറൈറ്റ്. ഇനി ഫൈനലി വെൻ ഇറ്റ് കംസ് ടു ദ ഫോറൻസിക് ഓഡിറ്റ്, അവിടെ ആകെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുള്ളൂ. എന്തൊക്കെയായിരിക്കും, ലെവൽ ഓഫ് റിസ്ക് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ പ്രാക്ടീഷണർ എത്തിക്കൽ റിക്വയർമെന്റ്സ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നിങ്ങളോട് ചിലപ്പം എക്സാമിന് ചോദിക്കുന്നുണ്ടാവും, വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. So if you're getting a question on matters to be considered before accepting an engagement, say for example, ഇപ്പം ഇവിടെ വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ കിറ്റിൻ്റെ അകത്ത്. ഇപ്പൊ ഈ വോട്ടേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ നോക്കിയേ, വോട്ടേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ പാർട്ട് ബിയിൽ ചോദിച്ചേക്കാണ്, എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ബൈ ഹണ്ട് ആൻഡ് കമ്പനി ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് ടു റിവ്യൂ ആൻഡ് റിപ്പോർട്ട് ഓൺ PFI. PFIയുടെ എൻഗേജ്മെന്റ് മേലെ റിവ്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്ത ഈ ജനറൽ ഫാക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. ആൻഡ് ഇൻ അഡീഷൻ ടു ദ ജനറൽ ഫാക്ടേഴ്സ് PFI സ്പെസിഫിക് പോയിന്റ്സ് എഴുതുന്നുണ്ടാവണം. PFI സ്പെസിഫിക് പോയിന്റ്സ് നിങ്ങൾക്ക് എപ്പോഴും എഴുതാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് പറഞ്ഞു സ്റ്റാൻഡേർഡ്സ് പ്രകാരം കൺസിഡർ ചെയ്യണമാണത്, അല്ലാണ്ട് സിനാരിയോ ബേസ്ഡ് അല്ല. അപ്പൊ ആ പോയിന്റ്സ് നിങ്ങൾക്ക് എന്തായാലും എഴുതാം. ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഇതും പറയുന്നുണ്ടാവണം. ക്ലിയർ ആയോ? അപ്പം ദീസ് ആർ ദ matters to be considered before accepting an engagement. So matters to be considered before accepting an engagement എന്ന് പറയുമ്പോൾ നിങ്ങൾ PFIയുടെ കേസിൽ മാത്രം ജനറൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം, PFIയുടെ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. ബട്ട് അതർ ദാൻ ഓഡിറ്റ് ഇതൊന്നിനും ഈ പ്രൊഫഷണൽ ക്ലിയറൻസും പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റും യൂസ് ചെയ്യാൻ പാടില്ല. അത് ഓഡിറ്റിന്റെ കേസിൽ മാത്രമേ സ്പെസിഫിക്കലി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അതേപോലെ തന്നെ കണ്ടോ, ഇവിടെ സിനാരിയോ ഉണ്ട്. സിനാരിയോയ്ക്കകത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സിനാരിയോയ്ക്കകത്ത് കറസ്പോണ്ടിങ്ങിന് മാച്ച് ചെയ്ത് വേണം ഈ പോയിന്റ്സ് നോക്കാൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻസ്. അപ്പൊ ക്വസ്റ്റൻസ് ഒന്ന് റിവൈസ് ചെയ്യുക. ആൻഡ് ഇഫ് എനിവൺ നീഡ് ടു റെഫർ ബാക്ക് ടു ദ ഓൾഡ് വീഡിയോസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണുക. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നെക്സ്റ്റ്, ഇറ്റ്സ് അബൌട്ട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ ടേംസ് ഓഫ് എൻ ഓഡിറ്റ് എൻഗേജ്മെന്റ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണ്. സോ ബോത്ത് ആർ ഡിഫറെന്റ്. സോ വെൽ വാട്ട് മേക്സ് എ ഡിഫറൻസ് ഹിയർ? ഇവിടെ എന്താ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്? ഒരിടത്ത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റും ഒരിടത്ത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റിന്റെ ഇടയിൽ ഒരു പുതിയ ടേം വന്നു, ടേംസ് എന്ന് പറയുന്ന ഒരു പുതിയ ടേമും കൂടി വന്നു. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് വി നീഡ് ടു കൺസിഡർ. അപ്പൊ ഈ ടേംസ് എന്ന് പറയുന്ന കാര്യം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? കുറച്ചു മുമ്പ് എഴുതിയ സെയിം ആൻസർ തന്നെ എഴുതിയാൽ മതിയോ? പോരാ, എന്താ എഴുതേണ്ട? എക്സാക്ട്ലി. അതായത് നിങ്ങളോട് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും
അന്നത്തേക്ക് നിങ്ങൾ അവിടെ പറയേണ്ടത് എന്താണ്? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അതായത് നിങ്ങളോട് ചോദിച്ചെന്താ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് ആണ്. ഒരു എൻഗേജ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിരിക്കുന്ന എൻഗേജ്മെന്റ് ലെറ്ററിലാണ്. അപ്പോൾ ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യു ക്യാൻ റൈറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ആർ ബേസിക്കലി യൂസ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, സോറി എൻഗേജ്മെന്റ് ലെറ്റർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാം? ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പറയൂ, വേറെ എന്തൊക്കെയായിരുന്നു? മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി, ഐഡന്റിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, എക്സ്പെക്ടഡ് ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരിക. ക്ലിയർ ആയ എല്ലാവർക്കും? Yes, sir. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ്, ദെൻ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യണം, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്താണെന്നുള്ള കാര്യം പറയാം, എക്സ്പെക്ടഡ് ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ടും പറയണം. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പക്കാ? Yes, sir. ഓൾറൈറ്റ്. ഇനി നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഹൗഎവർ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ ദ PFI എൻഗേജ്മെന്റ്, അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന മാറ്റം എന്താണെന്നറിയോ? PFI എൻഗേജ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാറ്റമാണ് വരിക. PFI എൻഗേജ്മെന്റിന്റെ കേസിൽ നിങ്ങൾ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റും പറയണം, പ്ലസ് നമ്മൾ കുറച്ച് മുമ്പ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് എ PFI എൻഗേജ്മെന്റ് പറഞ്ഞില്ലേ, അതായത് പീരിയഡ് കവേർഡ്, ദെൻ അസംപ്ഷൻസ് യൂസ്, നേച്ചർ ഓഫ് അസംപ്ഷൻസ് യൂസ്, ദെൻ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് എന്താണ്, ആ കാര്യങ്ങളും കൂടി പറയണം. ക്ലിയർ ആയോ? Yes, sir. അപ്പം സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് ആണ് അവിടെ എഴുതേണ്ടത്. പക്ഷേ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ PFI എൻഗേജ്മെന്റിന്റെ കേസിൽ മാത്രം എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് പ്ലസ് PFIയുടെ ജനറൽ ഫാക്ടേഴ്സ് രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം എല്ലാവരും. ഓക്കെ? Okay, sir. ഓൾറൈറ്റ്. Yeah. So that's all about it. ഇനിയാണ് നമ്മുടെ അടുത്ത ലാസ്റ്റ് ഏരിയ ഫോർ ദി ഡേ, ദാറ്റ്സ് ക്രിട്ടിക്കൽ അപ്രൈസൽ. ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് പറയുന്ന ഈ ഏരിയ, വെൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ഔട്ട് ദെയർ. സോ എന്താണ് ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. വെൽ യു വിൽ ഗെറ്റ് ആൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർ എ PFI റിപ്പോർട്ട്. അത് നിങ്ങൾക്ക് ആ റിപ്പോർട്ട് തന്നിട്ട് നിങ്ങളോട് പറയും, ആ റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. സോ ബേസിക്കലി യു നീഡ് ടു ഇവാലുവേറ്റ് ദാറ്റ്, ലിറ്ററലി യു ഹാവ് ടു ഇവാലുവേറ്റ് ദാറ്റ്. അപ്പൊ ഈ PFI എൻഗേജ്മെന്റിന്റെ കേസിൽ നിങ്ങൾ എന്താ ശരിക്കും ചെയ്യാൻ പോകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ആക്ച്വലി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. PFIയുടെ മാത്രമല്ല ഏതിന്റെ ആയസിലാണെങ്കിലും നിങ്ങൾ ആദ്യമേ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ് പഠിച്ചു വെക്കുക. റിപ്പോർട്ടിംഗ് ഫോർമാറ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾ റിപ്പോർട്ടിങ്ങിന് ആൻസർ എഴുതേണ്ടി വരിക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രൈസൽ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആദ്യമേ എല്ലാത്തിനെയും റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് പഠിക്കുക. ഒരു അഷുറൻസ് എൻഗേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ അവിടെ ടൈറ്റിൽ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക, അതായത് ഹെഡിങ് ആയിരിക്കും. ആർക്കാണോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അവരെ അഡ്രസ് ആയിട്ട് കാണിക്കും. നമ്മുടെ സബ്ജക്ട് മാറ്റർ ഏതാണോ ആ സബ്ജക്ട് മാറ്ററിന്റെ ഐഡന്റിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. നമ്മുടെ ലിമിറ്റേഷൻസ്, ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് എന്താണോ അത് ഓരോന്നും പറയുന്നുണ്ടാവും. ഏതൊക്കെ സ്പെസിഫിക് യൂസേഴ്സിനാണ് റിപ്പോർട്ട് കൊടുത്തേക്കെന്നുള്ള കാര്യം പറയും. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റെസ്പോൺസിബിൾ പാർട്ടി ആൻഡ് പ്രാക്ടീഷണർ എന്താന്ന് പറയും. എൻഗേജ്മെന്റ് നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ബേസ് തന്നെയാണെന്ന് പറയും. നമ്മൾ പെർഫോം ചെയ്ത വർക്കിന്റെ സമ്മറി എന്താണോ അത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവും. പ്രാക്ടീഷണറുടെ കൺക്ലൂഷൻ എന്താണെന്നുള്ള പറയും. ഡേറ്റ് ഓഫ് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടാവും. നെയിം ഓഫ് ദി ഫേം അല്ലെങ്കിൽ പ്രാക്ടീഷണറും ലൊക്കേഷനും പറഞ്ഞിട്ടുണ്ടാവും. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂഷ്വലി കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി വെൽ ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്കറിയാം ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് എഴുതായിരിക്കും ടൈറ്റിൽ എന്ന് പറയാം. അഡ്രസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ആരായിരിക്കും അഡ്രസ്സി? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും നമ്മുടെ അഡ്രസ്സി എന്ന് പറയാം. ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം പറയണം. ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. കീ ഓഡിറ്റ് മാറ്റേഴ്സ് പറയാം. എക്സ്പ്ലനറി പാരഗ്രാഫ് വേറെ ഏതൊക്കെയാണുള്ളത്, എംഫസിസ് ഓഫ് മാറ്ററോ അതർ മാറ്ററോ ഏതാണുള്ളത് അത് പറയാം. അതർ ഇൻഫർമേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയണം. ഒരു കാര്യം ഓർക്കണം, അതർ ഇൻഫർമേഷനെ കുറിച്ച് നിങ്ങൾ പറയുന്ന സമയത്ത് അതർ ഇൻഫർമേഷനകത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യുന്നതെന്നാൽ
you have to provide it immediately after basis of opinion. അതായത് other information paragraph നിങ്ങൾ യൂസ് ചെയ്യുന്ന if it is to mention about the mistakes in other information, you have to provide other information paragraph immediately after basis of opinion paragraph. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റും ഓഡിറ്ററും പറഞ്ഞു. ദെൻ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസും നേച്ചറും നെയിം ഓഫ് എൻഗേജ്മെന്റ് പാർട്ണറും സൈൻ ഇടുക, ഓഡിറ്റർ അഡ്രസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കേണ്ടത് PFI യുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ PFI യുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് പല രീതിയിൽ ചോദിക്കാം. ദേ ക്യാൻ ബി ചാൻസസ് ആൻഡ് നേരത്തെ പല എക്സാമിനും PFI യുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അതായത് what are the reporting format for PFI and what is the type of opinion that will be nature of assurance that will be provided in case of PFI engagements എന്ന് പറഞ്ഞ് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടാവണം. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം, അഡ്രസ് ചെയ്യണം. PFI യുടെ കേസിൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബേസിക്കലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അഡ്രസ് എന്ന് പറയാ, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കത്തില്ല. നിങ്ങളുടെ സബ്ജക്ട് മാറ്റർ എന്താന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. നിങ്ങളുടെ ആപ്ലിക്കബിൾ ലോ ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് അത് ഓരോന്നും മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് PFI ആയിട്ട് റിലേറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ പറയണം. ഓഡിറ്ററായ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ ബേസിസ് ഓഫ് ഒപ്പീനിയനും ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ PFI യുടെ പർപ്പസ് എന്താണ്, റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടാവണം. നെഗറ്റീവ് ആയിട്ടുള്ള അഷുറൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതേപോലെ തന്നെ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന്റെ ബേസിലാണ് PFI പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അസംപ്ഷൻസ് യൂസ് ചെയ്തേക്കുന്നത് റീസണബിൾ ആണോ നമ്മൾ നോക്കണം. അപ്രോപ്രിയേറ്റ് കേവിയറ്റ്സ് എന്ന് വെച്ചാൽ if there is any limitations in the achievability of the objective, അതിനെക്കുറിച്ച് നമ്മൾ പറയണം. അക്കൗണ്ടന്റിന്റെ സിഗ്നേച്ചറും അഡ്രസ്സും കൊടുക്കണം, ഡേറ്റ് ഓഫ് റിപ്പോർട്ട് കൊടുക്കണം, കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ PFI എൻഗേജ്മെന്റിന്റെ കേസിൽ കൊടുക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കണമെന്ന് മനസ്സിലായല്ലോ ബേസിക്കലി. അപ്പം ഇത് ഫോമാറ്റ് ആയിട്ട് തന്നെ എല്ലാവരും പഠിച്ചു വെക്കണം. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ബേസിക്കലി രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ തരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിന് ക്രിട്ടിക്കൽ അപ്രൈസൽ ആയിരിക്കും യൂഷ്വലി ചോദിക്കുക, അല്ലെങ്കിൽ റയർ ആയിട്ട് എന്തും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യു മൈറ്റ് ഓൾസോ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ ഏരിയ ഓഫ് PFI ആസ് വെൽ. ആൻഡ് PFI ചോദിച്ചാൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. PFI ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് വെൽ ബിഫോർ ദാറ്റ് നമുക്ക് ആദ്യമേ ഓഡിറ്റ് റിപ്പോർട്ടിനെ ക്രിട്ടിക്കൽ അപ്രൈസൽ തന്നെ നോക്കാം. സോ നമ്മൾ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യന്റെ ബേസിൽ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. സോ നമ്മൾ ആഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു PFI യുടെ കേസിൽ നമ്മൾ ചെയ്തിരുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു സിനാരിയോ തന്നു. ആ സിനാരിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മെറ്റീരിയാലിറ്റി ലിമിറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിസ്സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇവരെ എത്രയാണ് മെറ്റീരിയാലിറ്റി തന്നേക്കുന്നത് നോക്കുക. 1.5 million ആണ് മെറ്റീരിയാലിറ്റി. ഇവിടുത്തെ മിസ്സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കണം, ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണോ. അടുത്തായിട്ട് നിങ്ങൾ നോക്കുക, ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പെർവേസീവ് ആണോ. മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ, പെർവേസീവ് ആണോ. മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒപ്പീനിയൻ ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. മിസ്റ്റേക്ക് പെർവേസീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഒപ്പീനിയൻ അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇതാദ്യമേ നിങ്ങൾ പ്രോപ്പർലി ആലോചിക്കുക. ഓക്കെ. ഇനി ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി ഒപ്പീനിയൻ കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഒപ്പീനിയൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് തന്നേക്കുന്നതാണ് എക്സ്ട്രാക്ട് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയാം. ഇവിടെ ഒപ്പീനിയൻ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഒറ്റ ഹെഡ് വന്നിട്ടുണ്ട്. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞ അടുത്ത പാരഗ്രാഫ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് നോക്കണം, ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ടാണോ തന്നേക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കുക, ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഇതിന്റെ ഹെഡിങ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അടുത്ത് നിങ്ങൾ നോക്കുന്നത് എന്താ, അൺപ്രൊഫഷണൽ ആയിട്ടുള്ള വേർഡിങ്സ് എന്തെങ്കിലും റിപ്പോർട്ടിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അൺപ്രൊഫഷണൽ വേർഡിങ്സ്. 4, അബ്രിവിയേഷൻസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. സജസ് IFRS എന്ന് പറഞ്ഞേക്കുന്നു, ISA എന്ന് പറഞ്ഞേക്കുന്നു, അതൊന്നും പാടില്ല. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, IFRS സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അങ്ങനെ പറയാം. IAS ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പറയണം. അൺപ്രൊഫഷണൽ വേർഡിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഡയറക്ടറിന്റെ പേരെടുത്ത് പറയുന്നു, അല്ലെങ്കിൽ വി ഡു നോട്ട് തിങ്ക് ദാറ്റ്, വി ഡു നോട്ട് ബിലീവ് ദാറ്റ്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ പറയുന്നു. അതൊക്കെയാണ് അൺപ്രൊഫഷണൽ വേർഡിങ്സ് പറയാം. ഇനി നെക്സ്റ്റ്, ഇവിടെ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് യൂസ് ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണെന്നുള്ള കാര്യം നോക്കണം. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, ഒപ്പീനിയൻ ഫോളോ ചെയ്തേക്കുന്ന കറക്റ്റ് ആണോ, ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്തേക്കുന്ന കറക്റ്റ് ആണോ നോക്കുക. ഒപ്പീനിയൻ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ കറക്റ്റ് ആണോ നോക്കണം. അൺപ്രൊഫഷണൽ വേർഡിങ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് നോക്കുക. അബ്രിവിയേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക.
എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് കൊടുത്തിട്ടേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണെന്ന് നോക്കുക. വേഗ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതായത് അവരിങ്ങനെ പറയും, we refer to notes to financial statements which represents a contingent liability in accordance with the accounting treatment for the subsidiary company. But അവിടെ ഏതാണ് ആ സബ്സിഡറി കമ്പനി എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അവർ ഏതാണ് നോട്ട് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും വേഗ് ഇൻഫർമേഷൻസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. നമ്പർ 7, അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം, നമ്മൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഓഡിറ്ററി ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഓഡിറ്റർ എന്തെങ്കിലും തരത്തില് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ക്ലിയർലി മെൻഷൻ ചെയ്യാത്തുണ്ടോ. അതായത് അവർ പറയും റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ്, പക്ഷെ സ്റ്റാൻഡേർഡിന്റെ പേരിലെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് IFRS, ഏത് IFRS ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അത് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് എപ്പോഴും ക്വാണ്ടിഫൈഡ് ആയിരിക്കണം. സോ ഇവിടെ മിസ്റ്റേക്ക് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടോ, എത്രയാണ് എമൗണ്ട് ഓഫ് മിസ്റ്റേക്ക്, ആ എമൗണ്ട് ഓഫ് മിസ്റ്റേക്ക് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരിക. ക്ലിയർ ആയോ? യെസ് സർ. അപ്പം എപ്പോഴും ഒരു റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇഫ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ അപ്രൈസൽ, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഒപ്പീനിയൻ കറക്റ്റ് ആണോ നോക്കണം, ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഹെഡിങ് കറക്റ്റ് ആണോ നോക്കാം, അൺപ്രൊഫഷണൽ വേർഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം, അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം, എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് നോക്കുക, വേഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ നോക്കുക, സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് നോക്കുക, മിസ്റ്റേക്സ് ക്വാണ്ടിഫയബിൾ ആണോ നോക്കണം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ടുലിപ്പ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ കുറച്ചു മുമ്പ് ഏറ്റവും ഫസ്റ്റ് കേസ് നോക്കിയ റോക്കറ്റിന്റെ അകത്ത് തന്നെയുള്ള ഒരു ആണ് ടുലിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് PFIയുടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. PFIയുടെ കേസിൽ എന്താ വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ, PFIയുടെ കേസിൽ നോർമലി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള PFIയുടെ റിപ്പോർട്ട് തന്നെ കിട്ടും. അപ്പൊ ലിറ്ററലി നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, നിങ്ങൾ പഠിച്ചിട്ടുള്ള PFIയുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് വെച്ച് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മതി എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ക്ലിയർ ആയോ? അപ്പൊ ഒന്നും കൂടെ പറയാം, PFIയുടെ കേസ് നമ്മൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, നിങ്ങൾ എന്താണോ ഇത്രയും നാളും പഠിച്ചത് ആ സെയിം പഠിച്ച കാര്യം വെച്ച് തന്നെ നോക്കുക. അതായത് ഒപ്പീനിയൻ ഹെഡിങ് കറക്റ്റ് ആണോ, അതായത് നമ്മൾ പറഞ്ഞ ടൈറ്റിൽ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അഡ്രസ് കറക്റ്റ് ആണോ, ഇതെന്റെ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനാണ്, അതെല്ലാം നമുക്കറിയാം. ഇനി അവര് കറക്റ്റ് ആയിട്ട് അസംഷൻസ് കാണിച്ചിട്ടുണ്ടോ, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഡിറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസും കാണിച്ചിട്ടുണ്ടോ, ദെൻ അപ്രോപ്രിയേറ്റ് KVH കൊടുത്തിട്ടുണ്ടോ, ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ദി എൻഗേജ്മെന്റ് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഈ കാര്യങ്ങളായിരിക്കും നോക്കുക. അപ്പൊ ക്ലിയർലി നിങ്ങൾ എന്താണോ പഠിച്ച് ആ പഠിച്ച കാര്യമായിട്ട് തന്നെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി റിപ്പോർട്ടിംഗ് ഫോമാറ്റ് വെച്ച് മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് PFIയുടെ കേസിലാണ് PFIയുടെ ഫോമാറ്റ് പ്ലസ് നമ്മളിപ്പോ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കുറെ ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ആ ജനറൽ ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം PFIയുടെ എഴുതാനായിട്ട്. മനസ്സിലായ എല്ലാവർക്കും? ഓൾറൈറ്റ്. സോ അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ്, മാറ്റേഴ്സ് ടു ബി കൺസിഡർ, ഫർദർ ആക്ഷൻ പറഞ്ഞു, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറഞ്ഞു, matters to be considered audit evidence പറഞ്ഞു, matters to be considered further procedure പറഞ്ഞു, matters to be considered before accepting the engagement പറഞ്ഞു, before accepting the terms of engagement പറഞ്ഞു, critical appraisal പറഞ്ഞു. നമ്മൾ ഈ എല്ലാ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തായിരുന്നു. സോ പ്ലീസ് ഡു എൻഷുർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ റെലവന്റ് ഏരിയാസ് ആസ് വെൽ. അപ്പം ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ ഫയൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. And it's already being uploaded in our website as well as it's already being shared in the groups as well. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എല്ലാവരും ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക, or else you can take a snap now. And ഈ ഇത്രയും ഏരിയാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. Practice at least one question from each of this area, so you will clearly get an idea on the way in which you need to present answers for each of this nature of questions. കാരണം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, this video will be available there in YouTube as well as this will be available in our application as well. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് യു ക്യാൻ റെഫർ അറ്റ് എനി ടൈം. എന്നിട്ട് ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് എന്താണോ പഠിച്ചത് ആ ഫോമാറ്റും നമ്മളിപ്പോൾ പഠിച്ചേക്കുന്ന ഈ ഫോമാറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ബെറ്റർ പിക്ചർ അബൌട്ട് ദ വേ ഇൻ വിച്ച് യു നീഡ് ടു പ്രസന്റ് ദ ആൻസേഴ്സ്. ക്ലിയർ ആയോ? എപ്പോഴും ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഡു നോട്ട് ഓവർ റൈറ്റ് ഓൺ പോയിന്റ്സ്. ഒരുപാട് കാര്യങ്ങൾ ഓവർ റൈറ്റ് ചെയ്യരുത്, ബട്ട് ഓൾവേസ് എൻഷുർ ദാറ്റ് യു ആർ ക്ലിയർലി പ്രൊവൈഡിംഗ് ദ ആൻസർ ടു ദ എക്സാമിനർ ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോമാറ്റ്. നമ്മൾ പഠിച്ച പെർഫോമയുടെ ബേസിസ് തന്നെ എപ്പോഴും എക്സാമിനർ ആൻസർ കൊടുക്കാൻ നോക്കുക. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും? ഓക്കെ. സോ അപ്പൊ ഇത്രയും ഏരിയാസ് ആയിരിക്കും നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് നമ്മൾ ഇന്ന് ക്വിക്ലി എടുത്തു പോയ കാര്യങ്ങൾ വളരെ വലിയ ഏരിയ ആണ്. There are a lot of areas to revise with. So please do ensure that you revise all the areas till critical appraisal.
ആൻഡ് ബാക്കിയുള്ള ഇത്ര ഏരിയാസ് നമ്മൾ നാളത്തെ സെഷനിലായിരിക്കും റിവൈസ് ചെയ്യുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇഫ് പോസിബിൾ ഓരോ ക്വസ്റ്റനെങ്കിലും ഇപ്പൊ തൊട്ട് തന്നെ ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു ക്യാൻ എൻഷുർ ദാറ്റ് യു ഹവ് ഗോട്ട് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദാറ്റ്. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ ഏരിയാസിൽ നിന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ you will be able to understand the way in which you need to perform a question for your exam. And you will be familiar with the exam approach. So examine പോകുന്ന സമയത്ത് അവിടെ പേടിക്കാനില്ല. പക്ഷേ in order to write each of the answers properly, the scenario will always keep on varying. Reporting format will remain the same. Requirement will remain the same. Answer അല്ലെ scenario ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. So scenario മാറ്റം വരുന്ന കോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there is only one method അല്ലെങ്കിൽ one shortcut for that. What is it? You must revise all the accounting standards properly. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. Except the case of matters to be considered before accepting an engagement, before accepting the terms of an engagement and critical appraisal. ഇന്ന് ഡിസ്കസ് ചെയ്ത ബാക്കി എല്ലാ ഏരിയാസും എന്തിനെ ബേസ് ചെയ്താണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്താണ്. So ensure that you have got a good idea about all the accounting standards. I repeat, about all the standards. പണ്ട് നമ്മുടെ P7 ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ AAA തുടങ്ങിയ സമയത്തുള്ള പോലെ കുറച്ച് കോമൺ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്ത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. യു ക്യാൻ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം എനി പോയിന്റ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈ പാർട്ട് ഈസ് ഡൺ, വിച്ച് മീൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ള പറഞ്ഞു തന്നു. ഇനി ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണം സ്റ്റാൻഡേർഡ്സ് പഠിക്കാൻ. ഇനി എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യനെ ചെയ്തുള്ളൂ എങ്കിൽ പോലും സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതി തന്നെ ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ എത്ര ടൈം എടുക്കും ആ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന്. കാരണം എങ്കിലേ നിങ്ങൾക്ക് എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടതെന്നുള്ള കാര്യം. ബട്ട് ഞാൻ ഡേ 1 പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിന് ഓൺ ടൈം എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമിന് ഓൺ ടൈം എഴുതി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? യു മസ്റ്റ് ക്ലിയർലി ഹാവ് ഗുഡ് ഐഡിയ വിത്ത് റിഗാർഡിംഗ് ദ വേ ഇൻ വിച്ച് യു നീഡ് ടു പ്രസന്റ് ആൻസർ ആൻഡ് യു മസ്റ്റ് ഓൾസോ ഹാവ് പ്രാക്ടീസ് ദ ആൻസേഴ്സ് പ്രോപ്പർലി. എങ്കിലേ നിങ്ങൾക്ക് ഓൺ ടൈം എഴുതി തീർക്കാൻ പറ്റുള്ളൂ. So please do ensure that you are revising all the areas and ensure that you are also practicing the question on your laptop itself. Clear ആയ എല്ലാവർക്കും? Yes sir. All right. So അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. We will definitely continue the session tomorrow. അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്സ് റിവൈസ് ചെയ്തിട്ട് വരിക. Okay? All right. Okay sir. So that's Thank it you. guys. Thank you so much. Bye. Thank you. Bye. Thank you, sir.